ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഓരോരുത്തരും ഈ പ്രാർത്ഥന കേൾക്കാൻ ദൈവം ഇട നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 40 ദിവസം കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് അഭിവൃദ്ധിപ്പെട്ടിരിക്കും. ഈ പ്രാർത്ഥന 40 ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കൂ. നിങ്ങൾ തീർച്ചയായും ഒരു വലിയ അത്ഭുതം കാണാൻ കർത്താവായ ദൈവം ഇടയാക്കും. ഈ പ്രാർത്ഥനയിൽ തുടക്കം തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അനേകായിരങ്ങൾ കടബാധ്യതകളിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പരിശ്രമങ്ങളെ എല്ലാം കർത്താവിൽ സമർപ്പിച്ച് നമ്മുടെ സമ്പത്തിന്മേൽ ദൈവത്തിൻ്റെ കരം വെച്ച് അതിനെ അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നിങ്ങളുടെ സമ്പത്തിനെ മുഴുവൻ ആധാരമാക്കി നിങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് ലഭിക്കാൻ ഒരു ചെറിയ നാണയം അല്ലെങ്കിൽ ഒരു 10 രൂപ നോട്ട് കൈകളിൽ പിടിച്ച് ഈ നാണയത്തിന്മേൽ അല്ലെങ്കിൽ ആ ചെറിയ നോട്ടിന്മേൽ, വലിയ നോട്ടാണെങ്കിലും കുഴപ്പമില്ല, അതിന്മേൽ ദൈവകരം സ്പർശിക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ കയ്യിലെടുക്കുന്ന നാണയം അഥവാ നോട്ടിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരും വരെ ദിവസവും ഈ പ്രാർത്ഥനയോടൊപ്പം നിങ്ങളുടെ കരം അതിന്മേൽ വെച്ച് പ്രാർത്ഥിക്കുക. 40 ദിവസം നിങ്ങൾ ആഗ്രഹത്തോടെ ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ടിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ലഭിച്ചിരിക്കുകയും ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന നിങ്ങൾക്കറിയാവുന്ന ഓരോരുത്തരിലേക്കും ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളുടെ സമ്പത്തിന്മേൽ കൈവച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 4:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്കങ്ങ് അഭയമരുളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരെ, എത്ര നാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാമ്പത്തിക വെല്ലുവിളികളും കടഭാരങ്ങളും കൊണ്ട് ഭാരപ്പെട്ട ഹൃദയത്തോടെയാണ് ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ വരുന്നത്. കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ഓരോ സഹോദരനെയും സഹോദരിയെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഈശോയെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് വേണ്ടി ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ പ്രാർത്ഥന കേട്ട് അവരുടെ സമ്പത്തിന്മേൽ നീ കരം വെച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവർക്ക് പുതിയ അവസരങ്ങളുടെ വാതിൽ തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹത്വവും ശ്രേഷ്ഠതയും നൽകി സമ്പത്തിന്മേൽ അവരെ അനുഗ്രഹിച്ചുയർത്തണമേ. സമ്പത്തിന്മേൽ കുടിയിരിക്കുന്ന എല്ലാ ദുഷ്ടപിശാചുക്കളെയും കടബാധ്യതയുടെ ദുരാത്മാക്കളെയും യേശുനാമത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും ബിസിനസ്സിൽ നിന്നും തൊഴിൽ മേഖലയിൽ നിന്നും ഞാൻ ആട്ടിപ്പായിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ഇവരുടെ സമ്പത്തിന്മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങൻ്റെ സങ്കേതവും ശക്തിയുമാകുന്നു. അവിടുന്ന് എൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സാകുന്നു. കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണയായ കർത്താവേ,
നീ കരുതലിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തു യേശു മുഖാന്തരം മഹത്വത്തിൽ നിന്റെ സമ്പത്തിന് അനുസൃതമായി എൻ്റെ എല്ലാ ആവശ്യങ്ങളും നൽകും എന്ന അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എനിക്ക് അമിതമായ സാമ്പത്തിക ബുദ്ധിമുട്ടും കടഭാരവും കാരണം ഞാൻ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ അങ്ങേക്ക് ഒന്നും പ്രയാസകരമല്ല എന്ന് എനിക്കറിയാം. വഴി ഇല്ല എന്ന് തോന്നുന്നിടത്ത് വഴിയൊരുക്കുന്ന ദൈവമാണ് അങ്ങ് എന്ന് ഞാൻ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. എൻ്റെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ ദൈവിക ഇടപെടലും മാർഗനിർദ്ദേശവും യാചിച്ച് ഞാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. അവിടുന്ന് നൽകുന്ന കാര്യങ്ങളുടെ നല്ല കാര്യസ്ഥനാകാനും അങ്ങയെ ബഹുമാനിക്കുന്ന ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കാനും ഇനിമേൽ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമേ കർത്താവേ. എനിക്കായുള്ള അങ്ങയുടെ പദ്ധതികൾ എന്നെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള പദ്ധതികളാണെന്നും എന്നെ ഉപദ്രവിക്കാനല്ല, എനിക്ക് ഭാവിയും പ്രത്യാശയും നൽകാനുള്ള പദ്ധതികളാണെന്നും അങ്ങയുടെ വചനം പ്രഖ്യാപിക്കുന്നുവല്ലോ. നീതിമാനായ കർത്താവേ, ഞങ്ങളോടുള്ള അങ്ങയുടെ അനന്തമായ സ്നേഹം കാരണം പുതിയ അവസരങ്ങളുടെ വാതിലുകൾ അവിടുന്ന് ഞങ്ങൾക്കായി തുറക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്നും എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുള്ള പരിപൂർണ മോചനത്തിലേക്ക് അങ്ങനെ നയിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങയുടെ ഈ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുതലിനായി പരിപാലനയ്ക്കായി കാത്തിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സമാധാനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ എന്നെ പരിപാലിക്കുന്നതിനാൽ എൻ്റെ എല്ലാ ഉത്കണ്ഠകളും അങ്ങയുടെ മേൽ വയ്ക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങ് എൻ്റെ ദാതാവായ ദൈവവും എൻ്റെ ശക്തിയുടെ ഉറവിടവുമാണല്ലോ. കർത്താവായ ദൈവമേ, ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾക്കും അതിനെ തുടർന്നുള്ള ബന്ധ തകർച്ചകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാമൂഹിക ഒറ്റപ്പെടലിനും കാരണമായ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ എത്തിപ്പെടാൻ എൻ്റെ തന്നെ തെറ്റായ ജീവിതചര്യകളും തെറ്റായ ബോധ്യങ്ങളും ഞാൻ അർഹിക്കാത്ത ബന്ധങ്ങളെ കൈപ്പിടിയിലാക്കി സമൂഹത്തിൽ ഉന്നത സ്ഥാനിയായി കാണപ്പെടുന്നതിനുള്ള എൻ്റെ ദുരാഗ്രഹങ്ങളും ദുരഭിമാനവുമായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതിനായി ഞാൻ അനുതപിക്കുന്നു. അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് അർഹതപ്പെട്ടത് അങ്ങയിൽ നിന്നും മാത്രമേ എനിക്ക് കിട്ടൂ എന്നും ജീവിതത്തിൽ ദൈവത്തെ മാത്രമേ ആശ്രയിക്കാവൂ എന്നും ഏത് സാഹചര്യത്തിൽ കൂടി അവിടുന്ന് എന്നെ നടത്തിയാലും അങ്ങയുടെ കരം ഞാൻ പിടിച്ച് മുന്നോട്ടു പോയാൽ അത് തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്നും ഞാൻ മനസ്സിലാക്കാൻ കർത്താവേ, എനിക്ക് വൈകിപ്പോയി. അതിനാൽ എൻ്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾക്ക് കാരണം എൻ്റെ തെറ്റായ തീരുമാനങ്ങളും തെറ്റായ ബോധ്യങ്ങളും ആയതിനാൽ കർത്താവേ, ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ നിന്നും ഇപ്പോഴത്തെ എൻ്റെ ദുരവസ്ഥയിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും പഠിക്കാനും വളരാനും എന്നെ സഹായിക്കണമേ. അങ്ങനെ ഞാൻ അങ്ങയുടെ വഴികളോട് യോജിക്കാനും അങ്ങയുടെ തിരുഹിതം അന്വേഷിച്ച് അത് അനുസരിച്ച് ജീവിക്കുവാനും മേലിൽ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് എന്നെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, നീ എന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വാഗ്ദാനത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് എന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അങ്ങ് ജനതകളുടെ നേതാവായി
എന്നെ വാഴിക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല എന്നരുളി ചെയ്ത ദൈവമേ, അങ്ങാണ് എൻ്റെ ഉയർച്ചയുടെ കാരണം. നിന്റെ കൃപ മതി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും നേരിടാനുള്ള പ്രത്യാശയും വിശ്വാസവും ധൈര്യവും കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരെ അങ്ങ് മാനിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കർത്താവേ, ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾ അവരുടെ കൈകളിൽ എടുത്തു പിടിച്ചിരിക്കുന്ന ഈ ചെറിയ നാണയത്തെ, ഈ ചെറിയ നോട്ടിനെ നിന്റെ കൈകൾ കൊണ്ട് നീ പ്രാർത്ഥിക്കണമേ, നിന്റെ കൈകൾ കൊണ്ട് നീ ആശീർവദിക്കണമേ. അത് വലിയ മഹത്വത്തിൻ്റെ അടിസ്ഥാനമിടുന്നതിന്, സമ്പത്തിൻ്റെ അഭിവൃദ്ധിയുടെ അടിസ്ഥാനമായി ഈ ചെറിയ നാണയത്തെ, ഈ ചെറിയ നോട്ടിനെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ കണ്ണുനീരൊപ്പി അവരുടെ സമ്പത്തിന്മേൽ നീ അനുഗ്രഹിച്ച് അവരെ ഉയർത്തണമേ. അവരുടെ സാമ്പത്തിക തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ സമ്പത്തിനെ അടക്കി ഭരിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും, അവർക്ക് കടബാധ്യതകൾ ഏറിയേറി വരുത്തുന്ന ദുഷ്ടശക്തികളെയും ദുരാത്മാക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ഡിക്കുന്നു. എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിട്ടുപോകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഭവനത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, തൊഴിൽ മേഖലയിൽ നിന്ന്, ബിസിനസ് രംഗത്ത് നിന്ന് എല്ലാ കടബാധ്യതകളുടെയും ദുഷ്ടാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സാമ്പത്തിക ദുരിതങ്ങളുടെ ദുരാത്മാക്കൾ യേശു നാമത്തിൽ ഇപ്പോൾ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഇവരുടെ കുടുംബത്തിൽ നിന്നും, ഭവനത്തിൽ നിന്നും, വസ്തുവകകളിൽ നിന്നും, ഇവരുടെ സമ്പത്തിന്മേലും, ഇവരുടെ വരുമാന മേഖലയിൽ നിന്നും യേശു നാമത്തിൽ എല്ലാ ദുരാത്മാക്കളെയും ഞാൻ ആട്ടിപ്പായിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ സ്വരം കേട്ട് ഈ മക്കൾ ഇനി മുതൽ ജീവിക്കുന്നതിന് സകലവിധ ദൈവീക അനുഗ്രഹങ്ങളാലും ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പുത്തൻ അഭിഷേകം ഇവരുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകല കടബാധ്യതകളും വിട്ടുപോകട്ടെ. സാമ്പത്തിക ഭദ്രത ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വരുമാന മേഖല അനുഗ്രഹപ്രദമാകട്ടെ. നിങ്ങളുടെ തൊഴിൽ മേഖല, ബിസിനസ് മേഖല അഭിവൃദ്ധിപ്പെടട്ടെ. നിങ്ങൾ കൊടുത്തു വീട്ടാനുള്ള എല്ലാ കടബാധ്യതകളും കൊടുത്തു വീട്ടുന്നതിന് കർത്താവായ ദൈവം വീണ്ടും നിങ്ങൾക്ക് അവസരം നൽകുന്നു. ബുദ്ധിപൂർവം, ജ്ഞാനപൂർവം, വിവേകപൂർവം ഓരോ അവസരങ്ങളെയും ദൈവത്തിന് ദാനമാണ് എന്ന് അറിവോടുകൂടെ ഉപയോഗിക്കാൻ, നിങ്ങളുടെ സമ്പത്തിനെ വിവേകപൂർവം ഉപയോഗിക്കുവാൻ, ചെലവ് വിവേകപൂർവം നടത്തുവാൻ കർത്താവായ ദൈവം ഇപ്പോൾ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. നിങ്ങളുടെ സമ്പത്തിനെ കർത്താവ് ഇപ്പോൾ അഭിഷേകം ചെയ്യട്ടെ. നിങ്ങളുടെ ദാരിദ്ര്യം ഇപ്പോൾ വിട്ടുപോകട്ടെ. കടഭാരം വിട്ടുപോകട്ടെ. എല്ലാം പൈശാചിക ശക്തികളുടെ ആധിപത്യം യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ നിങ്ങളിൽ നിന്നും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും, ബിസിനസ്സിൽ നിന്നും, വസ്തുവകകളിൽ നിന്നും, വരുമാന മാർഗത്തിൽ നിന്നും, തൊഴിൽ മേഖലയിൽ നിന്നും ഞാനിപ്പോൾ ഖണ്ഡിച്ചു മാറ്റുന്നു. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കർത്താവായ ദൈവമേ, ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ 40 ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അനുഗ്രഹത്തിൻ്റെ കലവറ ഇവരുടെ മേൽ തുറന്നു കൊടുത്ത് ഇവരെ സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് നടത്തി ഇവർ ഓരോരുത്തരും ദൈവത്തിന് സാക്ഷികളായി മാറുവാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ദൈവിക കൃപ ലഭിക്കുവാൻ ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവർക്ക്
ദൈവികമായ ജ്ഞാനം നൽകി ദൈവത്തോട് ആലോചന ചോദിച്ച് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവേ, ഈ മക്കളെ ഇപ്പോൾ പ്രത്യേകമായി ഉന്നതത്തിൽ നിന്നുള്ള അഭിഷേകം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ സമ്പത്തിന്മേൽ കരം വെച്ച് അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ അഭിവൃദ്ധി ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകളെ എടുത്തു മാറ്റി പുതിയ വരുമാന മേഖലകൾ ഞങ്ങൾക്കായി തുറന്നു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നതിന് വേണ്ടി അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് മുന്നിൽ നീ സഹായിക്കുന്നതിനെ ഓർത്ത് കർത്താവേ, അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഓരോ സഹോദരന്റെയും സഹോദരിയുടെയും സമ്പത്തിന്മേൽ നിന്റെ കരം നിത്യമായി ഉണ്ടായി അവർ അനുഗ്രഹീതരാകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന 40 ദിവസം ആത്മാർത്ഥതയോടെ മുടങ്ങാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്പത്തിനെ 10 മടങ്ങായി 100 ഇരട്ടിയായി കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളെ സാമ്പത്തിക ഭദ്രതയുള്ളവരാക്കി ജീവിതകാലം മുഴുവനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥന ഈ 40 ദിവസം പൂർണ്ണമായും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കു വേണ്ടി അമ്മേ മാതാവേ, നിരന്തരം അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.